الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون صدق الله العظيم لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. ദയാനിധിയായ നാഥൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്രായേൽ സമൂഹത്തെ സംബോധന ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ ഉടമസ്ഥനായ റബ്ബ് പറയുന്ന ഒരു ഭാഗം അൽ ബഖറയിലെ 40-ാമത്തെ വചനമാണ് ഞാൻ ആമുഖമായി കേൾപ്പിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് പ്രബോധനം ആരംഭിക്കുന്ന നാളുകളിൽ, അല്ലെങ്കിൽ ആരംഭിച്ച നാളു മുതൽ പ്രവാചകനും ഇസ്ലാമിനും ഇസ്ലാമിക സമൂഹത്തിനും ഏറ്റവും വലിയ ദുരന്തങ്ങൾ സമ്മാനിച്ച ഒരു വിഭാഗമായിരുന്നു അവിടെ അവശേഷിച്ചിരുന്ന ഇസ്രായേൽ സമൂഹം. വാസ്തവത്തിൽ പ്രവാചകന്റെ പിന്നിൽ ആദ്യമായി അണിനിരക്കേണ്ട വിഭാഗമായിരുന്നു അവർ. കാരണം അവരുടെ കൈവശമുണ്ടായിരുന്ന തൗറാത്തിൽ പ്രവചിക്കപ്പെട്ട പ്രവാചകനായിരുന്നു മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയുടെ അടയാളങ്ങൾ അവർക്കറിയാമായിരുന്നു. അങ്ങനെ ഒരു അന്ത്യദൂതനെ കാത്തിരിക്കുന്നവരായിരുന്നു അവർ. എന്നല്ല, അറബ് ബഹുദൈവ സമൂഹത്തിനെതിരിൽ സമാഗതനാകാൻ പോകുന്ന ഈ അന്ത്യപ്രവാചകനിലൂടെ തങ്ങൾക്ക് വിജയമുണ്ടാകും എന്നുപോലും പ്രതീക്ഷിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത വിഭാഗമായിരുന്നു അവർ. പക്ഷെ ആ ദൈവദൂതൻ വന്നത് തങ്ങളുടെ വംശത്തിലല്ലാതിരുന്നതുകൊണ്ട്
അവരുടെ വംശീയതക്ക് അതൊരു പ്രഹരമായതുകൊണ്ട് ആ സമൂഹം പ്രവാചകന്റെ ശത്രുക്കളായി മാറി, ഇസ്ലാമിന്റെ ആജന്മ ശത്രുക്കളായി മാറി എന്ന് നമുക്കറിയാം. അവരുടെ ജീവിതത്തിന്റെ ജീർണതകളെ നിരൂപണം ചെയ്തുകൊണ്ട് ആ സമൂഹത്തിന് സംഭവിച്ച അധപ്പതനത്തെ വിശകലനം ചെയ്തുകൊണ്ട് അവരുടെ നിലപാടുകളിലെ പൊള്ളത്തരങ്ങളും നീതിയില്ലായ്മയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആ സമൂഹത്തെ ഒരുപാട് ഇടങ്ങളിൽ സംബോധന ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഭാഗമാണ് അൽ ബഖറയിലെ 40 മുതലുള്ള ഏതാനും വചനങ്ങൾ. ഞാൻ ഈ വചനങ്ങൾ ഇപ്പോൾ ഉദ്ധരിക്കുന്നത് ഇസ്രായേൽ സമൂഹത്തെ വിളിച്ചു പറഞ്ഞ ആ കാര്യങ്ങൾ ഇസ്ലാമിക സമാജത്തിനും ബാധകമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ്. ആ വചനങ്ങളുടെ വിശദമായ ഒരു ചർച്ചയോ വ്യാഖ്യാനമോ അല്ല, സൂചനകളിലൂടെ മാത്രം. ഇസ്ലാമിക സമാജം ചരിത്രത്തിന്റെ ഒരു കറക്കത്തിൽ എവിടെ എത്തി നിൽക്കുന്നു എന്നും അല്ലെങ്കിൽ അവരുടെ പതനത്തിന്റെ നിദാനങ്ങൾ എന്തെന്നും പഠിക്കുമ്പോൾ നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന വിശുദ്ധ ഖുർആനിൽ ഇസ്രായേൽ സമാജത്തെ നിരൂപണം ചെയ്ത് ചേർത്തുവച്ച ഈ വചനങ്ങളും ഈ കൽപ്പനകളും തീർച്ചയായും നമ്മെ കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്ന് നമുക്ക് ബോധ്യമാകും. ഒരു സമൂഹത്തിന്റെ ഉയരവും ആ സമൂഹത്തിന്റെ പതനവും വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യുകയാണ്, തുറന്നുവെക്കുകയാണ്. ലോകത്തിൽ ഏറ്റവും ഉയരത്തിലെത്തിയ ഒരു സമാജം, ഏറ്റവും അന്തസ്സുണ്ടായിരുന്ന ഒരു വിഭാഗം, ആ പ്രതാപത്തിന്റെ ഇസ്സത്തിന്റെ ഉയരങ്ങളിൽ നിന്ന് അവർ പതനത്തിന്റെ പാതാളത്തിലേക്ക് വീണതിന്റെ കഥ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പാകെ സമർപ്പിക്കുന്നതിന്റെ പിന്നിൽ വലിയ ചില യുക്തികളുണ്ട്. ആ സമാജത്തിന്റെ സ്ഥാനത്തിപ്പോൾ നിൽക്കുന്ന നിങ്ങൾക്കും ഇത് ബാധകമാണ്. ഇത് ഉടമസ്ഥനായ റബ്ബിന്റെ ചരിത്ര നിയമമാണ്. ഇത് അല്ലാഹുവിന്റെ സുന്നത്താണ്, അതവന്റെ നടപടിക്രമമാണ്. അതുകൊണ്ട് ഈ ചരിത്രങ്ങളിലെ വെളിച്ചം നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങൾക്ക് നിങ്ങളെ വിശകലനം ചെയ്യാനും നിരൂപണം നടത്താനും സ്വയം വിമർശിക്കാനും ഈ ചരിത്രം വഴികാട്ടിയായി മാറണം. അവരുടെ ജീവിതത്തെ ബാധിച്ച ജീർണതകളെ നിരൂപണം ചെയ്തുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ മുമ്പാകെ സമർപ്പിക്കുന്ന ആഹ്വാനങ്ങൾ, ആ കൽപ്പനകൾ വളരെ ഗൗരവത്തിൽ ഇസ്രായേൽ സമാജത്തിനെന്നതുപോലെ ഇസ്ലാമിക സമാജത്തിനും ബാധകമായതുകൊണ്ട് ഇസ്ലാമിക സമാജത്തിലെ ഓരോ വ്യക്തിയും ഒരു ഇസ്രായേലിനായി മാറാതിരിക്കാൻ ഈ വചനങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ആ സമൂഹം അല്ലാഹു ഏറ്റവും ശ്രേഷ്ഠത നൽകി ആദരിച്ച ഒരു സമാജമായിരുന്നു. വലഖദ് ഇഖ്തർനാഹും അലാ ഇൽമിൻ അലൽ ആലമീൻ എന്ന് ഖുർആൻ. വളരെ ബോധപൂർവം തന്നെ ആ സമാജത്തെ നാം തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നു അവർ. ഇത് ജഅല ഫീക്കും അംബിയാ വജഅലക്കും മുലൂക്കൻ വആതാക്കും മാ ലം യുഅതി അഹദൻ മിനൽ ആലമീൻ. അവർക്ക് നാഥൻ നൽകിയ പരിഗണനകളെക്കുറിച്ച് ഖുർആൻ പറയുന്നു. ഇത് ജഅല ഫീക്കും അംബിയാ, ആയിരക്കണക്കായ പ്രവാചകന്മാർ നിയമിക്കപ്പെട്ട ഒരു സമൂഹം, അമ്പിയാക്കന്മാർ സമൃദ്ധമായി വന്ന ഒരു സമാജം, അതായിരുന്നു ഇസ്രായേൽ. വജഅലക്കും മുലൂക്കൻ, പ്രവാചകന്മാർ മാത്രമല്ല ഭരണാധികാരികളായ രാജാക്കന്മാരും, ചരിത്രത്തിൽ ഇടം പിടിച്ച ധാരാളം രാജാക്കന്മാരെയും ആ സമൂഹത്തിന് അല്ലാഹു നൽകി. വആതാക്കും മാ ലം യുഅതി അഹദൻ മിനൽ ആലമീൻ, ലോകത്തൊരു ജനതക്കും നൽകാത്ത ഒരുപാട് സംഗതികൾ ആ സമൂഹത്തിന് നൽകി. അമ്പിയാക്കന്മാരിലൂടെ ആദരിക്കപ്പെട്ട ഒരു സമൂഹം, ഭരണാധികാരികളിലൂടെ പരിഗണിക്കപ്പെട്ട ഒരു സമൂഹം,
മറ്റൊരാൾക്കും ലോകത്ത് നൽകാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകിയ ഒരു സമാജമായിരുന്നു അവർ. എന്തുമാത്രമെന്ന് ചോദിച്ചാൽ, മൂസ അലൈഹിസ്സലാമിനോടൊപ്പം ഇസ്രായേൽ സമാജം അവരുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് പോകുമ്പോൾ ആ വാഗ്ദത്ത ഭൂമിയിൽ അവർക്കിടം കിട്ടാൻ വേണ്ടി ഒരൽപ്പം ഒരു ചെറിയ ത്യാഗം സഹിക്കണം എന്നവരോട് പ്രവാചകൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കതിനൊന്നും മനസ്സില്ലെന്ന ധിക്കാരത്തോടുകൂടി പ്രതികരിച്ച ആ സമൂഹത്തിന് ഉടമസ്ഥനായ റബ്ബ് ശിക്ഷ വിധിച്ചു. നിങ്ങൾ ആ ഫലസ്തീൻ ദേശത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങൾ അതിനുള്ള യോഗ്യതയില്ലാത്തവരാണ്. ജിഹാദിന് പോകണം, സമരത്തിന് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാത്തില ഇന്നാ ഹാഹുനാ ഖായിദൂൻ, മൂസേ നീയും നിന്റെ റബ്ബും പോയിട്ട് സമരം ചെയ്യും. സമരത്തിനും പ്രവർത്തനത്തിനൊന്നും ഞങ്ങൾ സന്നദ്ധരല്ല, ഞങ്ങളിവിടെ വിശ്രമിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ ധിക്കാരം, അത്രയും വലിയ ധിക്കാരം കാണിച്ചിട്ടും റബ്ബ് സുബ്ഹാനഹു വ തആല അവരതിന്റെ പേരിൽ ശിക്ഷിച്ചിട്ടും 40 കൊല്ലം നിങ്ങൾ ഈ മരുഭൂമിയിൽ അലയുക എന്നല്ലാഹുവിന്റെ ശിക്ഷ. സീനായി മരുഭൂമിയിൽ ഈ സമൂഹം അഭയാർത്ഥികളായി ആ മരുഭൂമിയിൽ അലഞ്ഞു തിരിയേണ്ടി വന്നു. ജിഹാദിന് മടിച്ച, സമരത്തിന് സന്നദ്ധതയില്ലാത്ത, വിശ്വാസത്തിന്റെ പേരിലുള്ള ത്യാഗത്തിനുള്ള മനസ്സില്ലാത്ത ഒരു സമൂഹം, ആ സമൂഹത്തിലെ ത്യാഗത്തിന് മടിച്ച ഈ ആളുകളൊക്കെ മരിച്ചില്ലാതായി ഒരു പുതിയ ഒരു തലമുറ അവരെ ജനിച്ചു വളരാനുള്ള സാവകാശം റബ്ബ് സുബ്ഹാനഹു വ തആല അത്രകാലം അവരെ ശിക്ഷിച്ച് ശുദ്ധീകരിച്ചു. ഞാൻ സൂചിപ്പിക്കുന്നത്, ആ ശിക്ഷയ്ക്കിടയിലും ഉടമസ്ഥനായ തമ്പുരാൻ അവർക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു. വളല്ലൽനാ അലൈക്കുമുൽ ഗമാമ വഅൻസൽനാ അലൈക്കുമുൽ മന്ന വസ്സൽവ. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഷെൽട്ടറിലായിരുന്നു അവർക്ക്, പാർക്കാൻ വീടുകളുണ്ടായിരുന്നില്ല. കത്തിജ്വലിക്കുന്ന സൂര്യന് താഴെ മരുഭൂമിയിൽ, ആ മരുഭൂമിയിലാണ് പതിറ്റാണ്ടുകൾ ഈ സമൂഹം. എന്തു ചെയ്തു അല്ലാഹു? വളല്ലൽനാ അലൈക്കുമുൽ ഗമാം, മേഘത്തിന്റെ തണല് വിരിച്ചു കൊടുത്തു ആ സമൂഹത്തിന്. അവര് സൂര്യതാപമേറ്റ് ക്ഷീണിക്കാതിരിക്കാൻ, അവര് ചത്തൊടുങ്ങാതിരിക്കാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് മേഘത്തണൽ വീഴ്ച നൽകി. വളല്ലൽനാ അലൈക്കുമുൽ ഗമാം. സങ്കല്പിച്ചു നോക്കൂ, അള്ളാഹുവിന്റെ എന്തുമാത്രം അസാധാരണമായ അനുഗ്രഹങ്ങൾക്ക് പാത്രമായ ഒരു സമൂഹമായിരുന്നു. വഅൻസൽനാ അലൈക്കുമുൽ മന്ന വസ്സൽവ. മന്നയും സെൽവയും പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത ഒരു രോമാഞ്ചമുണ്ടാകുന്നുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ഇസ്രായേൽ സമൂഹത്തിന് നൽകിയ സൗഭാഗ്യങ്ങളായിരുന്നു. അവര് രാവിലെ ഭക്ഷണം കഴിക്കാൻ പ്രാതലിന്റെ നേരത്ത് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വെളുത്ത അരി പോലെ തോന്നിക്കുന്ന തേനിന്റെ രുചിയുള്ള ഒരു ആഹാരം, അതാണ് മന്ന്. മന്ന് എന്ന വാക്കിന് ഔദാര്യം എന്നാണ് അർത്ഥം. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ ഔദാര്യമായിരുന്നു. ഇസ്രായേൽ സമൂഹം മരുഭൂമിയിൽ ഉറക്കമുണർന്ന് നോക്കുമ്പോൾ കല്ലുകളിലും മറ്റും ചെതുമ്പലുകൾ പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന മഞ്ഞിന്റെ നിറമുള്ള തേനിന്റെ രുചിയുള്ള ഒരു ആഹാരം. പ്രവാചകൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അതെടുത്ത് ഭക്ഷിച്ചുകൊള്ളുക, ഏറ്റവും വിശിഷ്ടമായ ഭക്ഷണം. പക്ഷെ നിങ്ങൾ ശേഖരിച്ചു വെക്കരുത്. കൂടുതൽ കൂടുതൽ എനിക്ക് വേണമെന്ന് കരുതിയിട്ട് അത് കൈക്കലാക്കി സ്വാർത്ഥപരമായി ശേഖരിച്ചു വെക്കാൻ പാടില്ല. എന്നിട്ടും ചിലർ അങ്ങനെ ചെയ്തു എന്നാ, അങ്ങനെ ഉണ്ടാവുമല്ലോ സമൂഹത്തിൽ. ആ ചെയ്ത ആളുകൾക്ക് അതൊരു വലിയ വിനയായി മാറി. കാരണം അത് സൂക്ഷിച്ചു വെക്കാൻ പാടില്ലാത്ത ആഹാരമായിരുന്നു മന്ന. കാരണം കുറച്ചു കഴിയുമ്പോൾ അതിന്റെ സമയം കഴിഞ്ഞാൽ പിന്നെ അത് ചീയും. ഏറ്റവും നല്ല സാധനം മോശമായാൽ ഏറ്റവും മോശമായിരിക്കും. ഏറ്റവും വലിയ ദുർഗന്ധം വരുത്തുന്ന ഒന്നായി മാറി. ശനിയാഴ്ച ദിവസം മഞ്ഞിന്റെ ഈ വർഷമുണ്ടാവില്ല. കാരണം അന്ന് സാബത്ത് നാളാണ്. ആ സാബത്ത് നാളിലേക്കുള്ളത് മാത്രം മുൻകൂട്ടി ശേഖരിക്കാം.
നിങ്ങൾ ആവശ്യത്തിന് ആഹരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് ഉടമസ്ഥനായ റബ്ബിന്റെ സവിശേഷമായ ഔദാര്യം. വഅൻസൽനാ അലൈക്കുമുൽ മന്ന വസ്സൽവ. വൈകുന്നേരമാകുമ്പോൾ അവർക്ക് ഇറച്ചി ഭക്ഷണം. കാടയെപ്പോലുള്ള ഒരു തരം പക്ഷികൾ, ആ പക്ഷികൾ വളരെ അനായാസം അവർക്ക് വേട്ടയാടിപ്പിടിച്ച് ആ പക്ഷികളെ അറുത്ത് പാകം ചെയ്ത് കഴിക്കാനുള്ള സൽവ പക്ഷികളെ അല്ലാഹു ഇറക്കിക്കൊടുത്തു. വഅൻസൽനാ അലൈക്കുമുൽ മന്ന വസ്സൽവ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും. ഈ നല്ല വിശിഷ്ട ഭോജ്യങ്ങൾ നിങ്ങൾ ഇഷ്ടം പോലെ തിന്നോളൂ. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമാജം, അല്ലാഹുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സമൂഹം, സന്മാർഗ സാക്ഷികളായി നീതിയുടെ ധ്വജവാഹകരായി ലോകത്ത് നിലനിൽക്കേണ്ടിയിരുന്ന ഒരു സമൂഹം. പക്ഷെ ആ സമൂഹം മതപ്പതിച്ചു. ആ സമൂഹം അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചില്ല. അവരുടെ വേദഗ്രന്ഥത്തെ അവർ പിൻപറ്റിയില്ല. അധപ്പതനത്തിന്റെ അഗാധമായ ഗർത്തത്തിലേക്ക് അവർ തള്ളിയിടപ്പെട്ടു. ചരിത്രം കണ്ണു തുറന്ന് കൽബ് തുറന്ന് കാണേണ്ടവരാണ് ഇസ്ലാമിക സമാജം. വിശുദ്ധ ഖുർആൻ അവരുടെ വിപര്യം സൂചിപ്പിച്ചിട്ടുണ്ട്, അവരുടെ അധപ്പതനം സൂചിപ്പിച്ചിട്ടുണ്ട്, അവരിൽ പൗരോഹിത്യം വളർന്നതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. തിന്മകൾ വല്ലാതെ അധികരിച്ചപ്പോൾ പണ്ഡിതന്മാരും പുരോഹിതന്മാരും പോലും മൗനം പാലിച്ചതിനെക്കുറിച്ച് ഖുർആൻ വിമർശിച്ചിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും ആ സമൂഹം അസത്യത്തിന്റെ വക്താക്കളായി മാറി, അനീതിക്ക് കൊടി പിടിക്കുന്നവരായി മാറി, എല്ലാ വൃത്തികേടുകളും നടക്കുന്ന ഒരു സമൂഹമായി മാറി, വർഗീയതയുടെയും വംശീയതയുടെയും ആരൂപമായി മാറി, ലോകത്തിലേറ്റവും സങ്കുചിത മനസ്സുള്ള ഒരു വിഭാഗമായി തീർന്നു. വിശുദ്ധ ഖുർആൻ അതൊക്കെ ഒരുപാടിടങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. മസലുല്ലദീന ഹുമ്മിലുത് തൗറാത്ത് സുമ്മ ലം യഹ്മിലൂഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. വാപ്പ നമ്മളെ ഹിമാറ എന്ന് വിളിക്കുമ്പോൾ വല്ലാത്തൊരു ഇത് തോന്നുമല്ലോ. ഹിമാറ എന്ന് വിളിക്കുന്നു. ഉടമസ്ഥനായ റബ്ബ് ഹിമാറ എന്ന് വിളിച്ച ഒരു സമൂഹമായി മാറിയവർ. മസലുല്ലദീന ഹുമ്മിലുത് തൗറാത്ത സുമ്മ ലം യഹ്മിലൂഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. കിതാബ് ചുമന്ന് നടക്കുന്ന കഴുതകൾ, ആ കഴുതകളെപ്പോലെയായി തീർന്നു ആ സമൂഹം. അവർ തൗറാത്തിനെ വിസ്മരിച്ചു, അതിലുള്ള ദൈവിക കൽപ്പനകളെ പാടെ അവഗണിച്ചു, മഹത്തായ സനാതന മൂല്യങ്ങളെ ജീവിതത്തിൽ നിരാകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി ആ സമൂഹം. പലപ്പോഴും അല്ലാഹുവിന്റെ അസാധാരണമായ ശിക്ഷയ്ക്ക് വിധേയമായി. വലഖദ് അലിംതുമുല്ലദീന അതദൂ മിൻകും ഫിസ്സബത് ഫഖുൽനാ ലഹും കൂനൂ ഖിറദതൻ ഖാസിഈൻ. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഒരു ഘട്ടത്തിൽ അവർ ശിക്ഷിക്കപ്പെട്ടതിന്റെ ഒരു രീതി പറയുകയാണ്. ലോകത്തൊരു ജനതയെയും പടച്ചവൻ അങ്ങനെ ശിക്ഷിച്ചിട്ടില്ല. കുരങ്ങുകളാക്കി മാറ്റി അല്ലാഹു. വലഖദ് അലിംതുമുല്ലദീന അതദൂ മിൻകും ഫിസ്സബത് ഫഖുൽനാ ലഹും കൂനൂ ഖിറദതൻ ഖാസിഈൻ. ആക്ഷേപിക്കപ്പെടുന്ന കുരങ്ങുകളായിട്ട് മാറുക എന്നല്ലാഹുവിന്റെ കൽപ്പന. കുരങ്ങിന്റെ ബോഡിയും മനുഷ്യന്റെ മനസ്സും ഇങ്ങനെ രൂപമാറ്റം കൊണ്ട് ശിക്ഷിക്കപ്പെട്ട ഒരു സമൂഹമായി അവരധപ്പതിച്ചു എന്ന് ഖുർആൻ പറയുകയാണ്. ലോകാവസാനം വരെയുള്ള വിശ്വാസി സമാജം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ. പടച്ചവനെ ഇവരെപ്പോലെ ഞങ്ങളാക്കരുതേ. ഗൈറിൽ മഗ്ലൂബി അലൈഹിം, അള്ളാഹുവിന്റെ കോപത്തിനിരയായ വിഭാഗം. ഇങ്ങനെ ആ സമാജം അധപ്പതിക്കുകയുണ്ടായി. ഉദ്രിബത് അലൈഹിമു സില്ലത്തു വൽ മസ്കനത്തു വബാഉ ബിഗളബിൻ മിനല്ലാഹ് ذلك بأنهم كانوا يكفرون بآيات الله ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يعتدون. ഖുർആൻ പറയുന്നു, ഉദ്രിബത് അലൈഹിമു സില്ലത്തു വൽ മസ്കന, ദാരിദ്ര്യവും നിന്ദ്യതയും അപമാനവും അവരിൽ മുദ്രയടിക്കപ്പെട്ടു. ഖുർആന്റെ ഭാഷ ലുരിബത്ത്, ഭാഷ പഠിച്ച ആളുകൾക്കറിയാം. മുദ്ര വെക്കപ്പെട്ടു. പുറത്തൊരു സ്റ്റിക്കർ ഒട്ടിക്കൂലേ, അവരുടെ പുറങ്ങളിൽ അടയാളം വെക്കപ്പെട്ടു. ലുരിബത്ത് അലൈഹിമു സില്ലത്തു വൽ മസ്കനത്തു വബാഉ ബിഗളബിൻ മിനല്ലാഹ്. അല്ലാഹുവിന്റെ ശാപം, അല്ലാഹുവിന്റെ കോപം, അതുവഴി ഈ ദുനിയാവിൽ അവരനുഭവിക്കേണ്ടി വരുന്ന നിന്ദ്യത, അപമാനം, നീതിനിഷേധം, ഇതൊക്കെ അവരുടെ പുറത്ത് മുദ്രയടിക്കപ്പെട്ടു
എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുക. അവർ ചെയ്ത പാതകം ചില്ലറയായിരുന്നില്ല. കാനൂ യക്ഫുറൂന ബിആയാത്തില്ലാ, അല്ലാഹുവിന്റെ പാഠങ്ങൾ അവർ അവഗണിച്ചു, നിഷേധിച്ചു, തള്ളിക്കളഞ്ഞു. പോരാ വയഖ്തുലൂന നബിയ്യീന ബിഗൈരിൽ ഹഖ്, നേരത്തെ പറഞ്ഞല്ലോ വജാലക്കും അംബിയ, അവരെ അമ്പിയാക്കന്മാരാക്കി ആ സമൂഹത്തെ. അതിൽ ധാരാളം പ്രവാചകന്മാർ വന്നു. ആ പ്രവാചകന്മാർ അവരിൽ പലരെയും നിഷ്കരുണം നിഷ്ഠുരം കൊന്നുകളഞ്ഞു ആ സമൂഹം. അത്രമേൽ അവർ അധപ്പതിച്ചു എന്നർത്ഥം. അപ്പോൾ അവരുടെ മേൽ നിന്ദ്യത അള്ളാഹു മുദ്രയാക്കി വെച്ചു. ആരാലും അവർ ആക്ഷേപിക്കപ്പെട്ടു. ചരിത്രത്തിൽ ഇന്നും ആ നിന്ദ്യതയുടെ മുദ്രയിലാണ് ആ സമൂഹം കടന്നു പോകുന്നത്. ഒലുരിബത്ത് അലൈഹിമു ദില്ലത്തു വൽ മസ്കന. ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ, എന്തോ ഒരു സ്വഭാവദൂഷ്യം, വിശ്വസ്തതയില്ലായ്മ കാണിച്ചാൽ നമ്മൾ വിളിക്കും, നീ ആ ജൂതന്റെ സ്വഭാവം കാണിക്കരുതെന്ന് പറയും. ജൂതന്റെ സ്വഭാവം കാണിക്കരുത്. ഒലുരിബത്ത് അലൈഹിമു ദില്ലത്തു വൽ മസ്കന, ആക്ഷേപിക്കപ്പെടുന്ന ഒരു വിഭാഗമായി അള്ളാഹുവിന്റെ നിന്ദ്യതയുടെയും കോപത്തിന്റെയും ഇരകളായിട്ട് അവർ മാറി. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇസ്രായേൽ സമൂഹം പ്രവാചകൻ മദീനയിൽ എത്തുമ്പോഴേക്ക് പ്രവാചകനെ സ്വീകരിക്കേണ്ടിയിരുന്ന ആ സമൂഹം ഏറ്റവും വലിയ വംശീയതയും വർഗീയതയും വൈരാഗ്യവും കാണിച്ചുകൊണ്ട് ഇസ്ലാമിനും ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെയും ഏറ്റവും വലിയ ശത്രുവായി മാറി. ഇന്നും ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുത ആ ഭാഗത്ത് നിന്നാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. നാളെ കോഴിക്കോട് ഒരു ഫലസ്തീൻ ഐക്യദാർഢ്യ സംഗമം നടക്കും. ലോകത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്നുള്ള, യൂറോപ്പിലും വിശേഷിച്ചും ഏഷ്യൻ രാജ്യങ്ങളിലുള്ള മനുഷ്യാവകാശ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളുടെ പ്രതിനിധികളുമൊക്കെ കൂടി ഡൽഹി ടു ഗസ എന്ന് പറഞ്ഞിട്ടൊരു യാത്ര പോവുകയാണ്. ഡിസംബർ 27 റഫാ അതിർത്തിയിലെത്തി ഫലസ്തീനിലെ മക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം, ഗസയുടെ മേലുള്ള ഉപരോധം നീക്കണം, മനുഷ്യാവകാശങ്ങൾ പാലിക്കണം എന്ന് പറഞ്ഞ് ഈ പിശാചിന്റെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടി ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്നുള്ള വ്യത്യസ്ത ജാതിമതസ്ഥരായ വിവിധ സംഘടനകളുടെ പ്രതിനിധികളായ ആളുകൾ, 500 ആളുകൾ ഡൽഹിയിൽ പോകാൻ പോവുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, ദുരിബത്ത് അലൈഹിമു ദില്ലത്തു വൽ മസ്കനത്തു വബാഉ ബിഗളബിൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ കോപശാപങ്ങൾക്ക് വിധേയരായ ഒരു സമൂഹം ആ പൈശാചികതകളിൽ ഇന്നും അഭിരമിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. അങ്ങനെ ആ സമൂഹം വലിച്ച് നിലത്തിടപ്പെട്ടു. ലോകത്തിന്റെ നെറുകയിലുണ്ടായിരുന്ന ആ സമൂഹം ലോകത്തിലെ ഏറ്റവും അധപ്പതിച്ച ഒരു സമാജമായി മാറി എന്ന് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പാകെ അവരുടെ ചരിത്രം അനാവരണം. എന്തിനാണ് ഖുർആൻ ഇത് പറഞ്ഞത്? ഇതാ സമൂഹത്തെ സംബോധന ചെയ്തുകൊണ്ട് തൽക്കാലത്തേക്ക് അന്ന് പറഞ്ഞ ഒരു കാര്യമല്ലല്ലോ. ലോകാവസാനം വരെ പ്രസക്തമായ കാര്യങ്ങളാണല്ലോ വിശുദ്ധ ഖുർആനിലുള്ളത്. കാലത്തിന്റെ കറക്കത്തിൽ, ചരിത്രത്തിന്റെ പ്രയാണത്തിൽ ഏത് കാലഘട്ടത്തിലെയും ഇസ്ലാമിക സമാജത്തിന് ദിശ തെറ്റാതിരിക്കാൻ, സ്വയം വിലയിരുത്താൻ, ഇസ്ലാമിക സമാജം ഒരു ഇസ്രായേൽ സമാജമായി മാറാതിരിക്കാൻ, ഇസ്ലാമിക സമാജത്തിലെ ഓരോരുത്തരും ഇസ്രായേല്യരായി മാറാതിരിക്കാൻ വേണ്ടിയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ആ ചരിത്രം നമ്മുടെ മുമ്പാകെ സമർപ്പിക്കുന്നത്. നമ്മൾ ആലോചിച്ചു നോക്കൂ, ഖുർആന പറഞ്ഞതും പിന്നീട് ചരിത്രത്തിൽ സംഭവിച്ചതും. ഖിലാഫത്തുർ റാഷിദ നമുക്കറിയാം, ലോകം കണ്ട ഏറ്റവും മനോഹരമായ കാലമായിരുന്നു. ആ ഖുലഫാഉർ റാഷിദുകളുടെ ഭരണകാലത്തിന് ശേഷം ഇസ്ലാമിക സമാജത്തിന് എന്ത് സംഭവിച്ചു? ഇസ്രായേൽ സമാജം നടന്നുപോയ അധപ്പതനത്തിന്റെ ചില വഴികളിലൂടെ തന്നെയല്ലേ നൂറ്റാണ്ടുകളിലൂടെ ഇസ്ലാമിക സമാജവും കടന്നുപോയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിക സമാജത്തിന്റെ ഉയരം, അവരുടെ പതനവും വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ തിരിച്ചറിയുവാൻ മുസ്ലിം സമൂഹത്തിലെ മെമ്പർമാർക്ക് സാധിക്കേണ്ടതുണ്ട്. ഇസ്രായേൽ സമൂഹത്തെ സംബന്ധിച്ച് പറഞ്ഞ അതേ വാക്കുകൾ കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അന്ത്യപ്രവാചകന്റെ അനുയായികളെയും വിശദീകരിച്ചിട്ടുണ്ട്. ഹുവജിത്തബാക്കും, അല്ലാഹു നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ലോകത്തിലെ ജനതയുടെ മോചനത്തിന് വേണ്ടി പുറത്തെടുക്കപ്പെട്ട ഒരു സമാജമാകുന്നു, സമൂഹമാകുന്നു നിങ്ങൾ. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ, നിങ്ങളൊരു സന്തുലിത സമൂഹമാകുന്നു. ഇങ്ങനെ ലോകത്തെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമൂഹമായി മുസ്ലിങ്ങളെ അല്ലാഹു ഉയർത്തിവെച്ചു. ഈ മുസ്ലിം സമാജത്തിന്റെ
പിന്നീടുള്ള ഖിലാഫത്തുർ റാഷിദ എന്ന് പറഞ്ഞ 4 ഖലീഫമാരുടെ ഭരണം, പിന്നെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഏതാനും മാസങ്ങളിലെ 2-3 കൊല്ലത്തെ ഭരണവും മാറ്റി നിർത്തിയാൽ ഇസ്ലാമിക സമാജവും സഞ്ചരിച്ചത് ഈ പതനത്തിന്റെ ജീർണതയുടെ വഴികളിലൂടെയായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവരുടെ ധാർമ്മികത തകർന്നു, ആദർശപരമായിട്ട് അവർ തകർന്നു, വിശ്വാസത്തിൽ അവർക്ക് വീഴ്ച സംഭവിച്ചു. അതായിരുന്നു അവരുടെ എല്ലാ അനുഗ്രഹങ്ങളുടെയും കാരണം ഇസ്ലാമിക സമാജത്തിന്റെ വിശ്വാസദാർഢ്യമായിരുന്നു, അവരുടെ ആദർശമായിരുന്നു. ആ ആദർശത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും അവരധപ്പതിച്ചപ്പോൾ സ്വാഭാവികമായി അവരുടെ ജീവിതം ജീർണിച്ചു. അവർ ലോകത്തെ ഏറ്റവും ഉയരമുള്ളവരായിരുന്നു. അൻതുമുൽ അഅലൂന ഇൻ കുൻതും മുഅ്മിനീൻ. ഈമാനുണ്ടെങ്കിൽ നിങ്ങളാണ് ഉന്നതന്മാർ, നിങ്ങളാണ് ലോകത്തിന്റെ ജേതാക്കളും നേതാക്കളും. ഇതായിരുന്നു അവരുടെ നില. പക്ഷേ ഈമാൻ ഇല്ലാതായി പോയപ്പോൾ, വിശ്വാസരംഗത്ത് അധപ്പതനം സംഭവിച്ചപ്പോൾ ഇസ്ലാമിക സമൂഹം ഏറ്റവും വലിയ അധപ്പതനത്തിലേക്ക് പോയത് ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഖിലാഫത്തുർ റാഷിദ, ഞാൻ പറഞ്ഞല്ലോ, ധാർമ്മികത തകർന്നപ്പോൾ അവരുടെ ജീവിതം ജീർണിച്ചു, അവരുടെ രാഷ്ട്രീയമായ വീര്യം നഷ്ടപ്പെട്ടു, രാഷ്ട്രീയമായ നേതൃത്വം നഷ്ടപ്പെട്ടു, ഇസ്സത്ത് നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ സമൂഹം ഏറ്റവും ചലനാത്മകതയുള്ള സമൂഹമായിരുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് ഓതുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഒരു ചലനാത്മകത. ആ സജീവത ഈ സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു. അവരുടെ പണ്ഡിതന്മാർ പഠിക്കാത്തവരായി, തിന്മകൾക്കെതിരിൽ പ്രതികരിക്കാത്തവരായി, അവർ ഭൗതിക സുഖഭോഗങ്ങളുടെ അടിമകളായി. അങ്ങനെ ഈ സമാജം അതിന്റെ ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണു. മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോകുന്ന ചപ്പുചവറുകൾ പോലെ, പ്രവാചകന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒഴുക്കുവെള്ളത്തിലെ ചപ്പുചവറുകൾ പോലെ ഇസ്ലാമിക സമൂഹം അധപ്പതിച്ചു. രാഷ്ട്രീയമായി ഏറ്റവും വലിയ ഉയരത്തിലായിരുന്നു അവർ. പക്ഷേ ഈ സമൂഹം രാഷ്ട്രീയമായ എല്ലാ വീര്യവും നഷ്ടപ്പെട്ട് മറ്റുള്ളവരാൽ കീഴടക്കപ്പെട്ട സമാജമായി മാറി എന്ന് നമുക്കറിയാം. 2-ാം നൂറ്റാണ്ടിൽ തന്നെ, ഹിജ്റ 2-ാം നൂറ്റാണ്ടിൽ തന്നെ ഈ അധപ്പതനം ആരംഭിക്കുന്നുണ്ട്. യസീദിന്റെ നികുതി പിരിവുകാരായ ആളുകൾ സിജിസ്ഥാനിൽ ചെന്നപ്പോൾ, ഹിജ്റ 2-ാം നൂറ്റാണ്ടിലെ സംഭവം, സിജിസ്ഥാനിൽ നികുതി പിരിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ ഭരണകൂടം പ്രതികരിച്ചു, അല്ല, ആ പഴയ മനുഷ്യരെവിടെ പോയി? ഒട്ടിയ വയറുകളുമായി വന്നിരുന്ന, നെറ്റിത്തടത്തിൽ നിസ്കാരത്തിന്റെ കറുത്ത പാടുകളുള്ള, പനയോലയുടെ ചെരുപ്പ് ധരിച്ചു കൊണ്ടുവന്നിരുന്ന ആ നല്ലവരായ മനുഷ്യർ, അവരായിരുന്നല്ലോ നികുതി പിരിക്കാൻ ഞങ്ങളുടെ നാട്ടിൽ വന്നിരുന്ന, അവരെവിടെ പോയി? 2-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചതാണ്. യസീദിന്റെ ആളുകൾ ചെല്ലുമ്പോൾ, നിങ്ങൾ കൊഴുത്തവരാണ്, കൊഴുത്ത ശരീരമുള്ളവരാണ്, പക്ഷേ മെലിഞ്ഞ ശരീരമുണ്ടായിരുന്ന ആ ആളുകളായിരുന്നു നല്ലവരായ മനുഷ്യർ എന്ന് പറഞ്ഞുകൊണ്ട് നികുതി നിഷേധിക്കുകയാണ്. പിന്നീട് ആ രാജ്യങ്ങൾ നികുതി കൊടുത്തില്ല ഇസ്ലാമിക ഭരണകൂടത്തിന്. ഞാൻ സൂചിപ്പിക്കുന്നത് അവിടെ ആരംഭിക്കുന്നു രാഷ്ട്രീയമായ അധപ്പതനത്തിന്റെ ചരിത്രം. അതങ്ങനെ വളർന്ന് 14-ാം നൂറ്റാണ്ടൊക്കെ ആകുമ്പോൾ കുരിശ് ശക്തികളുടെ പിടിയിൽ എല്ലാവരാലും കീഴടക്കപ്പെട്ട ഒരു സമൂഹമായി മാറി. ആദ്യം അവരെ, നമുക്കറിയാമല്ലോ, താർത്താരികളുടെ ആക്രമണമുണ്ടായി, ഇസ്ലാമിക സമാജം തകർന്നുപോയി. മുഗളന്മാരുടെ ആക്രമണമുണ്ടായി, താർത്താരികൾ ഇസ്ലാമിക സമൂഹത്തെ കീഴടക്കിയ സന്ദർഭത്തിൽ ഈമാനിൽ നിന്നും ആദർശത്തിൽ നിന്നും അകന്നുപോയി ഈ സമൂഹം. പ്രവാചകന്റെ ഭാഷയിൽ ചപ്പുചവറുകളായി മാറി ഈ സമൂഹം. ആ താർത്താരി ആക്രമണകാരികളുടെ മുമ്പിൽ ഒന്നുമല്ലാത്തവരായി മാറി എന്ന് ചരിത്രം നമുക്ക് എന്തുമാത്രമെന്ന് ചോദിച്ചാൽ, ചരിത്രം രേഖപ്പെടുത്തിയ ഒരു സംഭവം, ഒരു താർത്താരി സൈനികൻ ഇസ്ലാമിക സമാജത്തിലെ ഒരാളെ പിടിച്ചു നിർത്തിയിട്ട്, അപ്പൊ അയാളുടെ കയ്യിൽ ആയുധമില്ല. ഈ താർത്താരി പട്ടാളക്കാരന്റെ കയ്യിൽ ആയുധമില്ല, വാളില്ല. അവനൊരു കല്ല് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഈ കല്ലിൽ നീ തലവെച്ച് കിടക്കണം, ഞാൻ വാളെടുക്കാൻ മറന്നുപോയി, എടുത്തുകൊണ്ട് വരട്ടെ. ഈ മുസ്ലിമായ മനുഷ്യൻ അധപ്പതന കാലഘട്ടത്തിലെ
ജീർണ കാലഘട്ടത്തിലെ ഇസ്ലാമിക സമാജത്തിന്റെ പ്രതിനിധി അവിടെ തലവെച്ച് കിടന്നു. ഇയാൾ പോയി വാളെടുത്തുകൊണ്ടുവന്ന് ഇയാളെ വെട്ടിക്കൊന്നു. ഇതായിരുന്നു ആ കാലഘട്ടത്തിലെ ഇസ്ലാമിക. ഇതുപോലെ ഒരുപിടി അനുഭവങ്ങൾ ചരിത്രകാരനായ ഇബ്നു അസീർ പറയുന്നു, ഇത്തരം സംഭവങ്ങൾ രേഖപ്പെടുത്താൻ എനിക്ക് വിഷമമായിട്ട് വർഷങ്ങൾ ഞാനിത് എഴുതാതിരിക്കുകയായിരുന്നു. പക്ഷെ എഴുതാതെ നിവൃത്തിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രേഖപ്പെടുത്തിയ സംഭവങ്ങൾ. താർത്താരികളുടെ ആക്രമണം, മുഗളന്മാരുടെ ആക്രമണം, 18-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവ യൂറോപ്പിന്റെ കുരിശുപടയുടെ ആക്രമണം, ഏറ്റവും ഒടുവിലായി പടിഞ്ഞാറിന്റെ പിടുത്തത്തിൽ ഭൗതികതയുടെ വക്താക്കളായി മാറിയ പടിഞ്ഞാറിന്റെ പിടുത്തത്തിൽ ഇതുവരെ ആക്രമിച്ച ആളുകളൊക്കെ ഏത് വിധത്തിലായിരുന്നോ കീഴടക്കിയത് അതിനേക്കാളൊക്കെ ആഴത്തിലും പരപ്പിലും ഇസ്ലാമിക സമാജത്തിന്റെ വീര്യത്തെ വേരോടെ പിഴുതെറിയാൻ കഴിയുന്ന ആക്രമണകാരികളാണ് പടിഞ്ഞാറിന്റെ സന്നാഹം എന്ന് പറയുന്നത്. അവർ നല്ല ബോധ്യത്തോടുകൂടിയാണ് ഇസ്ലാമിക സമാജത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക സമാജത്തിന്റെ എന്നത്തെയും ശക്തി അവരുടെ ഈമാനാണെന്നും അവരുടെ ആദർശബോധമാണെന്നും ജീവിക്കുന്ന വിശുദ്ധ ഖുർആനാണെന്നും അവർക്കറിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് ഡോളറുകൾ ചിലവഴിച്ച് ഖുർആനെക്കുറിച്ചും ഹദീസിനെക്കുറിച്ചും ഇസ്ലാമിക സമാജത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും അവരുടെ വിജയ പരാജയങ്ങളെക്കുറിച്ചും പഠിച്ചുകൊണ്ടാണ് പടിഞ്ഞാറിൻ ഇസ്ലാമിക സമാജത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഈമാനും ആദർശവും കളയാൻ രണ്ട് മാരകമായ ആയുധങ്ങൾ ഇവരുടെ മേൽ പ്രയോഗിക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത് സംശയത്തിന്റെ ആയുധമാണ്, രണ്ടാമത്തേത് അപകർഷതയുടെ ആയുധമാണ്. ഇത് രണ്ടുമാണ് പ്രിയമുള്ളവരെ ഇസ്ലാമിക സമാജത്തെ ഇന്ന് കീഴടക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. സാഹിത്യത്തിലൂടെ, കലകളിലൂടെ, മാധ്യമങ്ങളിലൂടെ, തങ്ങൾക്ക് ലഭ്യമായ എല്ലാ ആധുനിക സംവിധാനങ്ങളിലൂടെയും ഇസ്ലാമിക സമാജത്തിന്റെ മനസ്സിൽ സന്ദേഹങ്ങളും സംശയങ്ങളും ഇളക്കിവിടുക. സംശയങ്ങൾ ഇളക്കിവിടുന്ന ഒരു സന്ദർഭത്തിൽ ആ സന്ദേഹങ്ങൾക്ക് കീഴടങ്ങിപ്പോയാൽ പിന്നെ ആ മനുഷ്യന് ഒരു ആദർശത്തിന്റെ പേരിൽ എഴുന്നേറ്റ് നിൽക്കാൻ കിട്ടുകയില്ല. ഇസ്ലാമിക സമാജത്തിന്റെ ഉള്ളിൽ സംശയങ്ങൾ ഉണ്ടാക്കുക. രണ്ടാമതായി അപകർഷതയുണ്ടാക്കുക. ഞാനൊരു മുസ്ലിമാണ് എന്നതിൽ എനിക്ക് അഭിമാനമല്ല, അപകർഷത. എന്റെ ഇസ്ലാമിക ഐഡന്റിറ്റി, ഞാനൊരു സത്യവിശ്വാസിയാണ് എന്ന സ്വത്വം, എന്ന വ്യക്തിത്വം, അത് മറ്റുള്ളവരുടെ മുമ്പിൽ പറയുന്നത് പോലും അപമാനമായി കരുതുന്ന, ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെയും മൂല്യങ്ങളെയും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത് കുറച്ചിലായി കരുതുന്ന ഒരു തലമുറയെ വളർത്തിയെടുക്കാനുള്ള വളരെ ബോധപൂർവമായ പരിശ്രമം. അതിനുവേണ്ടി കലകൾ, അതിനുവേണ്ടി സിനിമകൾ, അതിനുവേണ്ടി സാഹിത്യങ്ങൾ. ഇതാണ് പടിഞ്ഞാറ് സ്വീകരിച്ച മാധ്യമം. ഇത് നേരത്തെ പറഞ്ഞ എല്ലാ ആക്രമണങ്ങളെക്കാളും രൂക്ഷമാണ്, അങ്ങേയറ്റം മാരകമാണ്, വളരെ ആഴമുള്ളതാണ്. ആ നിലക്ക് ഇസ്ലാമിക സമാജത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇസ്ലാമിക സമാജം അവരുടെ ദൗത്യം മറന്ന്, അവരുടെ വ്യക്തിത്വം മറന്ന്, അവരുടെ ചരിത്രം മറന്നുകൊണ്ട് അവർ ഒരു ബനി ഇസ്രായേലായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത്. ഈ പടിഞ്ഞാറിന്റെ അധിനിവേശം നടക്കുന്ന സന്ദർഭത്തിലാണ് ലോകമെമ്പാടും ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ഉണർന്നു വരുന്നത്. ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ രംഗത്ത് ആ ജാഗരണം, ആ ഒരു ഉണർവ്, ആ ഒരു നവോത്ഥാനം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് നമ്മൾ പരിഗണിക്കുമ്പോഴും പടിഞ്ഞാറിന്റെ സംസ്കാരത്തിന്റെ കുത്തൊഴുക്കിൽ ഇസ്ലാമിക സമാജം പതറിപ്പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവസാനിപ്പിക്കുന്നു, വിശുദ്ധ ഖുർആൻ ജൂത സമൂഹത്തെ മുമ്പിൽ കണ്ടുകൊണ്ട്, മദീനയിലെ അവശിഷ്ട ബനി ഇസ്രായേലിനെ മുമ്പിൽ കണ്ടുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ. എങ്ങനെയാണ് ഈ ജീർണതയിൽ നിന്ന്, ഈ പതനത്തിൽ നിന്ന് നിങ്ങൾക്ക് കരകയറാൻ കഴിയുക? ഉടമസ്ഥനായ റബ്ബിന്റെ ഈ വചനങ്ങൾക്ക് കാതോർക്കുകയും അതിനെ ജീവിതത്തിലൂടെ പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുക മാത്രമാണ് പരിഹാരം. യാ ബനി ഇസ്രായേൽ, അള്ളാഹു പറയുന്നു, ഇസ്രായേൽ സമാജമേ, ഇസ്രായേൽ മക്കളെ, ഉദ്കുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർമ്മിക്കണം. റബ്ബ് ചെയ്ത അനുഗ്രഹങ്ങൾ ഓർമ്മിക്കണം. ആ അനുഗ്രഹങ്ങളുടെ ഓർമ്മയുണ്ടെങ്കിലേ പടച്ചവന് നന്ദിയുള്ള ഒരു ജീവിതം നയിക്കാൻ കഴിയും. ഇത് ഇസ്രായേൽ ജനതക്ക് മാത്രമല്ല ബാധകം, നമുക്ക് അനുദിനം അനുനിമിഷം ഇസ്രായേലായി മാറിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക സമാജത്തിന് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആഹ്വാനമാണ്.
അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ ഓർമ്മിക്കുക. വഔഫൂ ബിഅഹ്ദി ഊഫി ബിഅഹ്ദിക്കും, എന്നോട് നിങ്ങൾ ചെയ്ത പ്രതിജ്ഞയുണ്ടല്ലോ അത് നിറവേറ്റണം. എനിക്ക് വഴിപ്പെട്ട് ജീവിക്കാമെന്ന പ്രതിജ്ഞയുണ്ടല്ലോ, ആ കരാർ നിങ്ങൾ പാലിക്കണമെങ്കിൽ നിങ്ങളോടുള്ള കരാർ ഞാനും പാലിക്കും. വഇയ്യായ ഫർഹബൂൻ, എന്നെ മാത്രം നിങ്ങൾ ഭയപ്പെടൂ. രണ്ടാമതായി വആമിനൂ ബിമാ അൻസൽതു മുസദ്ദിഖൻ ലിമാ മഅക്കും, അവരോട് പറയുകയാണ് വിശുദ്ധ ഖുർആൻ സത്യപ്പെടുത്തിയ തൗറാത്ത്. വആമിനൂ ബിമാ അൻസൽതു മുസദ്ദിഖൻ ലിമാ മഅക്കും, നിങ്ങളുടെ കൂടെയുള്ള തൗറാത്തിനെ സത്യപ്പെടുത്തുന്ന ഈ വിശുദ്ധ ഖുർആൻ, അതിൽ നിങ്ങൾ വിശ്വസിക്കണം. വലാ തകൂനു അവ്വല കാഫിരിൻ ബിഹി, അതിന്റെ ആദ്യത്തെ നിഷേധികളായിട്ട് നിങ്ങൾ മാറരുത്. വലാ തസ്തറൂ ബിആയാതി സമനൻ ഖലീല, ഈ ദീനിനെ അല്ലാഹുവിന്റെ ആയത്തുകളെ ചില്ലിക്കാശിന് വിറ്റുകളയരുത്. വഇയ്യായ ഫത്തഖൂൻ, നിങ്ങൾ എന്നെ മാത്രം സൂക്ഷിച്ച് ജീവിക്കുക. ഇസ്രായേൽ സമാജത്തിനെന്നതുപോലെ ഇസ്ലാമിക സമാജത്തിന് ഏറ്റവും ഗൗരവത്തിൽ ചിന്തിക്കാൻ കഴിയേണ്ട വിഷയമാണ് വലാ തസ്തറൂ ബിആയാതി. ഇതിനു പകരം എന്ത് സമ്പാദിച്ചാലും അതെല്ലാം പരലോകവുമായി താരതമ്യം ചെയ്യുമ്പോൾ ചില്ലിക്കാശാണ്, സമനം ഖലീൽ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. മൂന്നാമതായി വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിൽ വതക്തുമുൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ, നേരും നുണയും കൂട്ടിക്കലർത്തരുത്. അള്ളാഹു പറയുകയാണ്, നേരും നുണയും നിങ്ങൾ കൂട്ടിക്കലർത്തരുത്, സത്യത്തെ നിങ്ങൾ മറച്ചുവെക്കുകയും ചെയ്യരുത് ബോധപൂർവം. നാലാമതായി വഅഖീമുസ്സലാത്ത വആതുസ്സകാത്ത് വർക്കഉ മഅർ റാക്കിഈൻ, നമസ്കാരം നിലനിർത്തണം, സകാത്ത് നൽകണം, റുക്കൂ ചെയ്യണം, അള്ളാഹുവിനെ നമിക്കുകയും വണങ്ങുകയും ചെയ്യുന്നവരോടൊപ്പം നിങ്ങളും ചേരണം. നമസ്കാരം അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ടാണ് നമസ്കാരവും സക്കാത്തും പറയുന്നത്. ഖുർആൻ പറഞ്ഞല്ലോ, ഒരു നല്ല തലമുറയുണ്ടായിരുന്ന ലോകത്ത്, ആ തലമുറ പോയി, പിന്നെ വരുന്ന തലമുറ ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, പിന്നീടൊരു പിഴച്ച തലമുറ വന്നു. അല്ലാഹുസ്സലാത്ത്, അവർ നമസ്കാരത്തെ പാഴാക്കി. വത്തബഅ ശഹവാത്ത്, തന്നിഷ്ടങ്ങളുടെ പിന്നാലെ പോയി. ഫസൗഫ യൽഖൗന ഗയ്യ, അവർ ചെയ്ത ഈ വൃത്തികേടുകളുടെ ദുരന്തഫലം താമസിയാതെ അവരനുഭവിക്കാൻ പോവുകയാണ്. അഞ്ചാമതായി പറയുന്നു അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ് അഫലാ തഅഖിലൂൻ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാത്ത നന്മകൾ ജനങ്ങളോട് ഉപദേശിക്കുകയാണോ, പ്രസംഗിക്കുകയാണോ? വേദം പാരായണം ചെയ്യുന്നവരല്ലേ നിങ്ങൾ, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ എന്ന് ചോദിക്കും. ആറാമതായി വസ്തഈനൂ ബിസ്സബ്രി വസ്സലാത്ത്, നമസ്കാരത്തിലൂടെ ക്ഷമയോടുകൂടിയുള്ള പരിശ്രമത്തിലൂടെ അള്ളാഹുവിന്റെ സഹായം തേടുക. സുബ്റും സലാത്തും. വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, പക്ഷെ നല്ല ഭക്തന്മാരായ പടച്ചവനെ പേടിക്കുന്നവർക്ക് മാത്രമേ അതൊരു ഭാരമാകാതിരിക്കുകയുള്ളൂ എന്ന് ഖുർആൻ തന്നെ സൂചിപ്പിക്കുകയാണ്. യളുന്നൂന അന്നഹും മുലാഖൂ റബ്ബിഹിം വഅന്നഹും ഇലൈഹി റാജിഊൻ, നാളെ പടച്ചവനുമായി കണ്ടുമുട്ടും, അവനിലേക്കാണ് എല്ലാത്തിന്റെയും മടക്കമെന്ന് തിരിച്ചറിയുന്ന അള്ളാഹുവിനെ പേടിക്കുന്ന വിഭാഗം. ആ വിഭാഗത്തിനല്ലാത്ത മറ്റെല്ലാവർക്കും ഈ സുബ്റും സ്വലാത്തും ഒരു ഭാരമായി തീരും എന്ന് ഖുർആൻ പറയുന്നു. ഈ ആയത്തുകളിൽ പറഞ്ഞ 5-6 ആയത്തുകളിൽ പറഞ്ഞ സംഗതികൾ ഇതുപോലെ ഖുർആൻ പലയിടത്തും ഇസ്രായേൽ സമൂഹത്തിന്റെ ജീവിതത്തിന്റെ ജീർണതകളെ നിരൂപണം ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് സമകാലിക ഇസ്ലാമിക സമാജത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമാണ്. ഓരോ നിമിഷവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേല്യരായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ, ഒരു ബനി ഇസ്രായേൽ സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇസ്രായേലിയാത്തുകളെ അഭിവർത്തിക്കുവാൻ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രാതിനിധ്യം ഉയർത്തിപ്പിടിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ വളരെ ഗൗരവത്തിൽ ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാര്യങ്ങൾ ശരിയായി തിരിച്ചറിയാൻ, മനസ്സിലാക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.